ജീവിതത്തിലും ചില മനുഷ്യരുണ്ട്. അവർ കൂട്ടത്തിൽ അങ്ങനെ മുൻപന്തിയിലേക്ക് വരില്ല, കൂട്ടത്തിൽ അവരെ ശബ്ദം അങ്ങനെ ഉയർന്ന് കേൾക്കാറില്ല. പക്ഷേ ഇവരില്ലെങ്കിൽ ആ കൂട്ടം ഒരു ബാലൻസ്ഡ് ആയിരിക്കില്ല. ഒരു സദ്യയിലും അങ്ങനെ ഒരു നിശബ്ദനായ കഥാപാത്രമുണ്ട്. എല്ലാവരുടെ രുചികൾക്കിടയിലും നിന്ന് ഒതുങ്ങി നിന്നുകൊണ്ട് എല്ലാവരെയും ബാലൻസ് ചെയ്യുന്ന നമ്മുടെ ഓലൻ. അച്ചാറിന് പുളിയുണ്ട്, ഇഞ്ചിക്കറിക്ക് എരിവുണ്ട്, കാളന് പുളിപ്പുണ്ട്. എല്ലാവരും അവരുടെ മേഖലയിൽ ശക്തരാണ്. പക്ഷേ ഇതെല്ലാം കഴിച്ചിട്ട് നമ്മുടെ നാവിന് ഒന്ന് ശാന്തമാവണം. അവിടെയാണ് നമ്മുടെ ഓലൻ്റെ എൻട്രി. കുമ്പളങ്ങയുടെ മൃദുത്വം, വൻപയറിൻ്റെ ആ ചെറിയൊരു ബൈറ്റ്, തേങ്ങാപ്പാലിൻ്റെ ആ ക്രീമി ഫീൽ, പച്ചമുളകിൻ്റെ എരിവ്, പിന്നെ നമ്മളുടെ കറിവേപ്പില, വെളിച്ചെണ്ണയുടെ ആ ഒരു മിക്സ്ചറിൻ്റെ ഒരു മണം, എന്താ അല്ലേ? ഇവിടെ മസാലയുടെ ബഹളമില്ല, എരിവിൻ്റെ ബഹളമില്ല. എന്നാലും ഓലന് അതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. ഒരു തമാശയ്ക്ക് സദ്യയിൽ എല്ലാ കറികളും തമ്മിൽ കോമ്പറ്റീഷൻ ആണെന്ന് വിചാരിക്കുക. ഈ നമ്മുടെ ഓലൻ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ഒരാളല്ല. നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ നിങ്ങളെ ബാലൻസ് ചെയ്ത് ഇവിടെ നിന്നോളാം. അതാണ് ഓലൻ്റെ ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ടാണ് ഓലനെ ഞാൻ ഒരു സദ്യയിൽ ഒരു സാധാരണ കറിയായി കാണാത്തത്. ഇതൊരു ടേസ്റ്റ് ബാലൻസറാണ്. ഒരു സദ്യയിലെ ഏറ്റവും ശാന്തനായ എന്നാൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു അംഗം. നല്ല സദ്യയിൽ ഓരോ വിഭവത്തിനും അതിൻ്റെ സ്വഭാവമുണ്ട്. ഈ സ്വഭാവങ്ങളെല്ലാം ചേർന്ന് ഒരു സദ്യയാവുമ്പോൾ അവിടെ നമ്മുടെ ഓലൻ വേണം. ഒരു നല്ല കൂട്ടത്തിൽ എല്ലാവരെയും ഒരുപോലെ ആക്കുന്നതല്ല ബാലൻസ്. ഓരോരുത്തരുടെയും പ്രത്യേകത മനസ്സിലാക്കി അവരെ ചേർത്തു നിർത്തുന്നതാണ് ബാലൻസ്. അതാണ് ഞങ്ങൾ അനൂപ്സ് ഹോം കിച്ചണിലും വിശ്വസിക്കുന്നത്. ഒരുപാട് വിഭവങ്ങൾ ചേർത്ത് വയ്ക്കുന്നതല്ല നല്ലൊരു സദ്യ. എല്ലാ വിഭവത്തിനും അതിൻ്റേതായ സ്ഥാനം നൽകി നല്ല ഒരു അനുഭവമാക്കി മാറ്റുന്നതാണ് നല്ല ഒരു സദ്യ. ഈ ഓണത്തിന് ആ പഴയ കേരളത്തിൻ്റെ രുചിയും സ്നേഹവും വിശ്വാസവും ചേർന്നൊരു ഓണസദ്യ അനൂപ്സ് ഹോം കിച്ചണിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക്. അനൂപ്സ് ഹോം കിച്ചൺ, ഓരോ ഇലയിലും ഒരു സ്നേഹത്തിൻ്റെ രുചി കൂടി ഉണ്ടാകും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.